ഹായ് ഓൾ, നമുക്ക് നെക്സ്റ്റ് വീക്കിലേക്ക് എങ്ങനെയാണ് മാർക്കറ്റ് ബിഹേവ് ചെയ്യുന്നതെന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ മെയ് 11 തൊട്ട് മെയ് 22 വരെ എങ്ങനെയാണ് മാർക്കറ്റ് ബിഹേവ് ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. അപ്പം കഴിഞ്ഞ വീക്കിൽ എന്താണ് മാർക്കറ്റിൽ സംഭവിച്ചതെന്നും നെക്സ്റ്റ് വീക്കിലേക്ക് എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതാണ് ഈ വീഡിയോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പം നമുക്ക് നേരെ നിഫ്റ്റിയിലേക്ക് പോവാം. നിഫ്റ്റിയിലേക്ക് പോകുന്ന സമയത്ത് വീക്ക്ലി അനാലിസിസ് നോക്കുന്ന സമയത്ത് താഴെ നിന്നൊരു റിജക്ഷൻ ആണ് കാണാൻ സാധിക്കുന്നത്. ഒരു ഹാമർ ടൈപ്പ് ഓഫ് ക്യാൻഡിൽ ആണ് നിഫ്റ്റിയിൽ കാണുന്നത്. അപ്പം താഴെ ബോട്ടത്തിൽ ബയേഴ്സ് സ്ട്രോങ് ആണ്, അതുകൊണ്ടാണ് മാർക്കറ്റ് മേലോട്ട് കയറ്റിക്കൊണ്ടുവന്ന് ക്ലോസ് ചെയ്യിക്കാൻ സാധിച്ചത്. ബട്ട് എന്നാലും ഇവിടെ ഡേ ടൈം ഫ്രെയിമിൽ നോക്കുവാണെങ്കിൽ ഇവിടെ 23,800 എന്ന് പറഞ്ഞ മേജറായ ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നു. അത് ബ്രേക്ക് ചെയ്ത് അത് റെസിസ്റ്റൻസ് ആയിട്ടാണ് ഇപ്പം ആക്ട് ചെയ്യുന്നത്. അപ്പം കഴിഞ്ഞ ഡേ ഫ്രൈഡേ മാർക്കറ്റ് ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ ശ്രമിച്ചു. ബട്ട് അത് സാധിക്കാതെ മാർക്കറ്റ് താഴെ ക്ലോസ് ചെയ്യാണ് സാധിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 23,800 എന്ന് പറഞ്ഞൊരു മേജറായ റെസിസ്റ്റൻസ് വാച്ച് ചെയ്യാം. ഇത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് പുതിയ ഹൈയിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അപ് ടു 24,400 ആ റേഞ്ച് വരെ മാർക്കറ്റ് മൂവ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതല്ല ഈ ഒരു റേഞ്ച് ഇതിൻ്റെ ഉള്ളിൽ തന്നെയാണ് മാർക്കറ്റ് ഒരു ലെവൽ ബ്രേക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഈ ഒരു സപ്പോർട്ട് എടുത്ത് ഈ ഒരു റേഞ്ചിൻ്റെ ഉള്ളിൽ മാർക്കറ്റ് കൺസോളിഡേറ്റ് ചെയ്യാനുള്ള ചാൻസസ് ആണ് വളർന്നത്. ഓൾമോസ്റ്റ് 23,800 തൊട്ട് 23,200 ആ റേഞ്ച് വരെയാണ് മാർക്കറ്റ് ഒരു കൺസോളിഡേഷനുള്ള ചാൻസസ് കാണുന്നത്. അതേപോലെ ബാങ്ക് നിഫ്റ്റിയിലേക്ക് വരുന്ന സമയത്ത് ബാങ്ക് നിഫ്റ്റിനെ കാട്ടി കുറച്ചും കൂടെ വീക്കറാണ്. ഇവൻ റെസിസ്റ്റൻസ് ലെവലൊന്നും ടാപ്പ് ചെയ്തിട്ടില്ല. അപ്പം ആ ഒരു ഏരിയ തന്നെ മാർക്കറ്റ് എവിടെ നിന്നാണോ മൺഡേ വീണ് ആ ഒരു ബോട്ടത്തിൽ തന്നെയാണ് മാർക്കറ്റ് നിൽക്കുന്നത്. അപ്പം കറൻ്റ്ലി 52,700 എന്ന് പറഞ്ഞൊരു സപ്പോർട്ടാണ് ഇവിടെ കാണുന്നത്. അപ്പം ആ ഒരു റേഞ്ചിലേക്ക് മാർക്കറ്റ് വന്ന് ടാപ്പ് ചെയ്ത് തിരിച്ച് ബൗൺസ് ബാക്ക് ചെയ്യാനുള്ള ചാൻസസ് ആണ് കാണുന്നത്. അതല്ല ഇവിടെ നിന്ന് തന്നെ മാർക്കറ്റ് കയറാനാണ് ചാൻസസ് എങ്കിൽ 55,000 ആണ് ഒരു റെസിസ്റ്റൻസ് ആയിട്ട് കാണുന്നത് ഈ ഒരു റേഞ്ചിലേക്ക് ഇവിടെ നിന്ന് താഴോട്ട് വരാനും. അതല്ല ഇവിടെ നിന്ന് ഇങ്ങോട്ട് ബൗൺസ് ബാക്ക് ചെയ്യാനുള്ള ചാൻസസ് ആണ് നിഫ്റ്റി ബാങ്കിലുള്ളത്. അതേപോലെ നമുക്ക് കഴിഞ്ഞ വീക്കിൽ പെർഫോം ചെയ്ത സെക്ടേഴ്സ് നോക്കാം. ആദ്യം സെക്ടേഴ്സ് നോക്കുവാണെങ്കിൽ ആദ്യം നിഫ്റ്റി ഫാമയാണ്. നിഫ്റ്റി ഫാമ നല്ല രീതിയിൽ തന്നെ ലാസ്റ്റ് വീക്കിൽ നല്ല രീതിയിൽ തന്നെ ബ്രേക്ക്ഔട്ട് ചെയ്ത് പെർഫോം ചെയ്തിട്ടാണ്. നമ്മൾ ലാസ്റ്റ് 2 to 3 വീക്സ് ആയിട്ട് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, നിഫ്റ്റി ഫാമ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത് ഈ ഒരു സെക്ടറിലുള്ള സ്റ്റോക്സുകളിൽ കോൺസെൻട്രേറ്റ് ചെയ്യാണ്. അപ്പം ആ രീതിയിൽ മാർക്കറ്റ് നല്ല രീതിയിൽ മേലോട്ട് മൂവ് ചെയ്യുന്നുണ്ട്. ഈ ഒരു നിഫ്റ്റി ആ ഒരു കൺസോളിഡേറ്റ് ചെയ്യുന്ന ഇല്ലെങ്കിൽ നെഗറ്റീവ് ആവുന്ന സെൻറ്റിമെൻറ്റ്സിലുണ്ടെങ്കിൽ പോലും നിഫ്റ്റി ഫാമ നല്ല രീതിയിലുള്ള ഒരു ബുള്ളിഷ് ട്രെൻഡാണ് കാണിക്കുന്നത്. അപ്പം കറൻ്റ്ലി നല്ലൊരു മൊമെൻറ്റം കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. എന്താണെന്ന് പറഞ്ഞാൽ കുറേ കാലമായിട്ട് ഈ ഒരു ഏരിയയിൽ നിന്ന് കൺസോളിഡേറ്റ് ചെയ്യാം. ഓൾമോസ്റ്റ് 2024 തൊട്ട് ഈ ഒരു റേഞ്ച് ബ്രേക്ക് ചെയ്യാൻ കഷ്ടപ്പെടുവാണ്. അപ്പം ആ ഒരു റേഞ്ചിനെയാണ് കഴിഞ്ഞ വീക്കിൽ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് മേലോട്ട് പോകുന്നത്. അപ്പം നല്ലൊരു മൊമെൻറ്റം കിട്ടാനുള്ള ചാൻസസ് നിഫ്റ്റി ഫാമയിൽ കാണുന്നുണ്ട്. അതേപോലെ ഹെൽത്ത് കെയർ ആണെങ്കിൽ ഹെൽത്ത് കെയർ ഓൾമോസ്റ്റ് സിമിലർ ടു നിഫ്റ്റി ഫാമ തന്നെയാണ്. അപ്പം അവിടെയും കഴിഞ്ഞ വീക്കിൽ തന്നെ ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്ത് പുതിയ ഹൈസിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്തിട്ടുണ്ട്. അപ്പം കറൻ്റ്ലി നിങ്ങൾക്ക് നിഫ്റ്റി ഫാമിൽ നിങ്ങൾക്ക് ഹെൽത്ത് കെയർ ഉള്ള അതിലുള്ള സ്റ്റോക്സുകൾ കോൺസെൻട്രേറ്റ് ചെയ്യാം. ദെൻ മെറ്റൽ, കമ്മിങ് ടു മെറ്റൽ സ്റ്റോക്സിലേക്ക് വരുന്ന സമയത്ത് മെറ്റൽ ഓൾറെഡി ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്ത് പുതിയ ഹൈസിലേക്ക് പോവുകയാണ്. ഇവിടെയും ബ്രേക്ക് ചെയ്തായിരുന്നു. ഈ ഒരു വീക്കിലും ഈ ഒരു സ്റ്റോക്ക് ഇല്ലെങ്കിൽ ഈ ഒരു സെക്ടർ നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. ഓക്കെ, ദെൻ IT ആണ് ഈ ഒരു വീക്കിലെ ലീസ്റ്റ് പെർഫോം അല്ലെങ്കിൽ ഡ്രാഗർ എന്നൊക്കെ പറയാം. ബട്ട് നമ്മൾ ഇപ്പം നിഫ്റ്റി അടുത്തുകൊണ്ടിരിക്കുന്നത് ഒരു സപ്പോർട്ട് ലെവലിലേക്കാണ്. അപ്പം 26,200 എന്ന് പറഞ്ഞൊരു സപ്പോർട്ട് ലെവലിലേക്കാണ് നിഫ്റ്റി IT വന്നുകൊണ്ടിരിക്കുന്നത്. ഓൾമോസ്റ്റ് ഒരു 27,700 ഇപ്പോൾ മാർക്കറ്റ് നിൽക്കുന്നത്. ഓൾമോസ്റ്റ് 1,500 പോയിന്റ്സ് മാർക്കറ്റ് മൂവ് ചെയ്ത് ഈ ഒരു ഏരിയയിൽ നിന്ന് സപ്പോർട്ട് എടുക്കാൻ ചാൻസ് ഉണ്ട്. അതല്ല ഈ ഒരു റേഞ്ച് അല്ലെങ്കിൽ ഈ റേഞ്ച് തന്നെ നമുക്ക് വേണമെങ്കിൽ എടുക്കാം. ഓക്കെ, ഈ റേഞ്ച് എടുത്തു കഴിഞ്ഞാൽ മാർക്കറ്റ് ഒരു ചെറിയ സപ്പോർട്ട് ഇവിടെ എടുത്തിട്ടുണ്ട്.
ഓക്കെ, അപ്പോൾ ഇതൊരു തിരിച്ച് നെക്സ്റ്റ് വീക്കിലൊരു ഇവിടെ ഒരു ഗ്രീൻ ക്യാൻഡിലോ എല്ലാം വരുവാണെങ്കിൽ ടേക്കിംഗ് സപ്പോർട്ട് ഫ്രം ഹിയർ മാർക്കറ്റ് ഈ ഒരു റേഞ്ച് വരെയൊക്കെ നിങ്ങൾക്ക് ടാർഗറ്റ് ചെയ്യാം. അപ്പം അതിലുള്ള സ്റ്റോക്സുകൾ പക്ഷെ കുറച്ച് കോഷ്യസ് ആയിരിക്കാം നിഫ്റ്റി ഐ ടിയിൽ. അപ്പം നിഫ്റ്റി ഐ ടി കുറച്ചും കൂടെ വീക്കറാണ് കമ്പയറിങ് നിഫ്റ്റി ഫാർമ, ഹെൽത്ത് കെയർ, മെറ്റൽ ഒക്കെയാണ് കുറച്ചും കൂടെ നല്ല ബുള്ളിഷ്നെസ് കാണിക്കുന്നുണ്ട്. ഇത് വീക്കറാണ്. സപ്പോർട്ട് ലെവൽസ് എൻ്റെ എടുക്കാം, ബട്ട് കുറച്ചും കൂടെ കോഷ്യസ് ആയിരിക്കും. പിന്നെ മിഡ് ക്യാപ് സ്റ്റോക്സ് ആണ്. മിഡ് ക്യാപ് സ്റ്റോക്സിൽ നോക്കുവാണെങ്കിൽ കറന്റ്ലി മിഡ് ക്യാപ്പ് ഓൾമോസ്റ്റ് ഒരു സൈഡ് വേസ് മൂവ്മെന്റിലാണ് നിൽക്കുന്നത്. ഓൾ ടൈം ഹൈ കഴിഞ്ഞ വീക്കിൽ ഹിറ്റ് ചെയ്തു, ബട്ട് അവിടെ നിന്നൊരു ഷാർപ്പ് ഫോളും വന്നു. പിന്നെ അവിടെ നിന്ന് സപ്പോർട്ട് എടുത്ത് മാർക്കറ്റ് തിരിച്ചു കയറുന്നതാണ് കാണുന്നത്. അപ്പം ഈ ഒരു റേഞ്ചിൽ, ഈ ഒരു റേഞ്ചിന്റെ ഉള്ളിൽ കുറച്ച് നേരം സ്പെൻഡ് ചെയ്ത് തിരിച്ച് ഒരു ബ്രേക്ക് ഔട്ടിന് വേണ്ടിയാണ് ചാൻസസ് കാണുന്നത്. അപ്പം മിഡ് ക്യാപ്പ് ബ്രേക്ക് ഔട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. പിന്നെ നിഫ്റ്റി സ്മോൾ ക്യാപ്പ് നോക്കുവാണെങ്കിൽ സ്മോൾ ക്യാപ്പ് പക്ക ഒരു റെസിസ്റ്റൻസ് ലെവൽ ടാപ്പ് ചെയ്തു 17,500 എന്ന് പറഞ്ഞൊരു റെസിസ്റ്റൻസ് ലെവലിൽ ടാപ്പ് ചെയ്ത് ഓൾമോസ്റ്റ് ടാപ്പ് ചെയ്തു. ഈ ഒരു വീക്കിൽ 16,500 1000 പോയിന്റ്സ് താഴെ വന്ന് ആ ഒരു ലെവൽ സപ്പോർട്ട് എടുത്ത് തിരിച്ച് ആ ഒരു റേഞ്ച് തന്നെ നിൽക്കുന്നതാണ് കാണുന്നത്. നെക്സ്റ്റ് വീക്കിൽ ഇവിടുന്ന് ഒരു ബൗൺസ് ബാക്ക് ആണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇവിടുന്ന് ഈ ഒരു റേഞ്ചിലേക്കുള്ള ഒരു ബൗൺസ് ബാക്ക് ആണ് പ്രതീക്ഷിക്കുന്നത്. നമുക്ക് നോക്കാം. ഓക്കെ, അപ്പം ഇതൊക്കെയാണ് ഓൾമോസ്റ്റ് ഇൻഡെക്സ് വൈസ് ഉള്ള അനാലിസിസ് കാര്യങ്ങൾ. നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റി, പിന്നെ പെർഫോം ചെയ്യുന്ന സെക്ടേഴ്സ് ഫാർമ, ഹെൽത്ത് കെയർ, മെറ്റൽ ആൻഡ് വീക്ക് പെർഫോമർ ഐ ടി ആൻഡ് മിഡ് ക്യാപ് ആൻഡ് ബ്രോഡർ ഇൻഡെക്സ് ആയ മിഡ് ക്യാപ്പ്, സ്മോൾ ക്യാപ്പ്. ഓക്കെ, അപ്പം നമുക്ക് കുറച്ച് ന്യൂസസ് കാര്യങ്ങൾ നോക്കിയിട്ട് വരാം. അപ്പം നെക്സ്റ്റ് വീക്കിലേക്ക് എന്തൊക്കെയാണ് ന്യൂസസ് മേജർ ആയിട്ടുള്ളത് നോക്കാം. മേജറായ ന്യൂസ് എന്ന് പറഞ്ഞാൽ ഒന്ന് FOMC മിനിറ്റ്സ് ആണ്. US FOMC മിനിറ്റ്സ് ഓൾമോസ്റ്റ് വെഡ്നെസ്ഡേ 11:30 ന്യൂസ് വരാനുള്ളത്. അപ്പം നെക്സ്റ്റ് തേഴ്സ്ഡേ ആണ് നമുക്കത് എഫക്റ്റ് ചെയ്യുന്നത്. നമുക്ക് നോക്കാം. ഓക്കെ, ദെൻ അടുത്തത് FISDAസിന്റെ ഡാറ്റാസ് ആണ്. ഇപ്പോൾ FID ഡാറ്റാസ് നോക്കുന്ന സമയത്ത് കഴിഞ്ഞ വീക്കിൽ ആക്ച്വലി ഒരു മിക്സ്ഡ് പെർഫോമൻസ് ആയിരുന്നു. 11, 12 and 13 നല്ല രീതിയിലുള്ള സെല്ലിംഗ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് 14 and 15 ഒരു മൈൽഡായ ബൈയിങ്ങും നടന്നിട്ടുണ്ട്. അപ്പം തിരിച്ച് മാർക്കറ്റിലേക്ക് ഒരു ബൈബാക്ക് വരുന്നുണ്ടോ FISന്റെ ഭാഗത്ത് നിന്ന് നെക്സ്റ്റ് വീക്കിൽ നമുക്ക് കണ്ടറിയാം. ഓക്കെ, അപ്പം ഇവിടെ നോക്കുവാണെങ്കിൽ റിസൾട്ട് കാര്യങ്ങൾ നോക്കുവാണെങ്കിൽ മെയിൻ ആയിട്ടുള്ള റിസൾട്ട്സ് നെക്സ്റ്റ് വീക്കിലേക്ക് Q4 റിസൾട്ട്സ് പബ്ലിഷ് ചെയ്യുന്നത് ഐഡിയ, BPCL, ഗ്രാസിം, ഇൻഡാൽക്കോ, LNT, സൺഫാർമ. അപ്പം ഇതല്ലാതെ ഇനിയും സ്റ്റോക്സുകളുണ്ട്, ബട്ട് ഇത് മേജറായ സ്റ്റോക്സുകളെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അപ്പം യൂണോമിൻഡി ഉണ്ട്, ഡെലിവറി ഉണ്ട്, IOC, ആസ്ട്രൽ, BL, മാൻകൈൻഡ് ഒക്കെ ഉണ്ട്. ബട്ട് ഞാൻ മെയിൻ ആയിട്ടുള്ള കുറച്ച് Q4 റിസൾട്ട്സ് ഉള്ള സ്റ്റോക്സുകളാണ് പറഞ്ഞത്. അപ്പം ഈ സ്റ്റോക്സിൽ നിങ്ങൾ ട്രേഡ് ചെയ്യുകയാണെങ്കിൽ മാർക്കറ്റിന്റെ ആ ന്യൂസസ് ഒന്ന് അറിഞ്ഞിരിക്കുക, അല്ലെങ്കിൽ Q4 റിസൾട്ടുകളിലെ ഒന്ന് കണ്ണോടിക്കുക. ഓക്കെ, ദെൻ കമ്മിങ് ഹിയർ നമുക്ക് സ്റ്റോക്സ് ഏതൊക്കെയാണ് ഈ ഒരു വീക്കിലെ സ്റ്റോക്സ്. അപ്പം ഞാൻ ഇവിടെ പിക്ക് ചെയ്തിരിക്കുന്നത് ഹെൽത്ത് കെയറിലെയും ഫാർമയിലെയും സെക്ടറിലുള്ള സ്റ്റോക്സ് ആണ് ഞാൻ പിക്ക് ചെയ്തത് ഈ ഒരു വീക്കിലേക്ക് ട്രേഡ് ചെയ്യാൻ വേണ്ടി. അപ്പം നമ്മൾ അതൊന്ന് നോക്കിയിട്ട് വരാം. അതിലേക്ക് നോക്കുവാണെങ്കിൽ ഞാൻ ഡെയിലി ടൈം ഫ്രെയിമിലാണ് നോക്കിയ ഓൾ ടൈം ഹൈ ബ്രേക്ക് ഔട്ടാണ്. ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് ഈ ഒരു റേഞ്ചിൽ നിങ്ങൾക്ക് ട്രേഡ് എടുത്ത് ഇതിൻ്റെ താഴെ സ്റ്റോപ്പ് ലോസ് വെച്ച് ഈ ഒരു രീതിയിൽ ഒരു 1:2 ഒക്കെ ഇതിൽ ക്യാച്ച് ചെയ്യാൻ പറ്റും സാക്കർ ഹെൽത്ത് കെയറിൽ. അതേപോലെ നിപ്പോൺ കെയർ ഹെൽത്ത് സർവീസും ഇതും ഹെൽത്ത് കെയറിൽ വരുന്നതാണ്. അപ്പം ഇതും ഒരു കോൺട്രാക്ഷൻ പാറ്റേൺ രീതിയിൽ ബ്രേക്ക് ചെയ്ത് പോവുകയാണ്. അപ്പം നല്ല രീതിയിലുള്ള ഒരു പമ്പ് കിട്ടാനുള്ള ചാൻസസ് ഈ സ്റ്റോക്കിലും കാണുന്നുണ്ട്. അപ്പം മെയിനായിട്ട് ഇത് രണ്ടാണ് ഞാൻ നോക്കുന്നത്. ഹെൽത്ത് കെയർ ആൻഡ് ഫാർമ സ്റ്റോക്സിലെ സെക്ടറിലെ സ്റ്റോക്സുകളാണ് മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുക. അതാണ് ഇപ്പോൾ കുറച്ചും കൂടെ മൊമെൻറ്റം ഉള്ള സ്റ്റോക്സുകൾ. ഓക്കെ, അതല്ലാതെ നിങ്ങൾക്ക് കിട്ടും ബട്ട് ന്യൂസ് ബേസ് ഉള്ള സ്റ്റോക്കുകളാവാനുള്ള ചാൻസ് ആണ്. റിസൾട്ട്സ് വരുന്നതുകൊണ്ട് തന്നെ Q4 റിസൾട്ട്സിന്റെ മുകളിൽ മാർക്കറ്റ് നല്ല രീതിയിലുള്ള മൊമെൻറ്റം കിട്ടാനുള്ള ചാൻസസ് ഉള്ള സ്റ്റോക്സുകളുണ്ടാവും. ബട്ട് ഇത് ആ ഒരു സെക്ടർ പെർഫോം ചെയ്യുന്നതുകൊണ്ട് തന്നെ ആ സെക്ടറിന്റെ കൂടെ മൂവ് ചെയ്യാനുള്ള ചാൻസസ് കൂടുതലാണ്. പിന്നെ നമുക്ക് ഡോളേഴ്സ് INR ഡോളർ നോക്കിയിട്ട് വരാം. INR ഡോളറിലേക്ക് വരുന്ന സമയത്ത്
ഇന്ന് ഈ ഒരു ഫ്രൈഡേ ഏറ്റവും 96.35 എന്ന് പറഞ്ഞ ഓൾ ടൈം ഹൈ ആണ് ഇന്ത്യൻ റുപ്പി അടിച്ചിരിക്കുന്നത്. അപ്പം ഓൾമോസ്റ്റ് ഡിപ്രീഷിയേറ്റ് ചെയ്യാണ്, US ഡോളറുമായിട്ട് ഡിപ്രീഷിയേറ്റ് ചെയ്യാണ്. അപ്പം ഇത് മെയിനായിട്ട് നമ്മുടെ ഔട്ട്ഫ്ലോയും ക്രൂഡ് ഓയിൽ പർച്ചേസും അതേപോലെ ഗോൾഡ് പർച്ചേസും ഒക്കെ കാരണം കൊണ്ടാണ് മാർക്കറ്റ് ഇത്രയും രീതിയിലുള്ള ഒരു റുപ്പി ഡിപ്രീസിയേഷൻ വരുന്നത്. അപ്പം നെക്സ്റ്റ് വീക്കിൽ നമുക്കിത് വളരെ കോഷ്യസ് ആയിട്ട് തന്നെ നോക്കേണ്ടതുണ്ട്. ഇങ്ങനെ മാർക്കറ്റ് ഇങ്ങനെ കയറി റുപ്പി ഇങ്ങനെ ഡിപ്രീഷിയേറ്റ് ആവുന്നതുകൊണ്ട് തന്നെ FISന്റെ ഔട്ട്ഫ്ലോ കുറച്ചും കൂടെ കൂടുതലാകാനുള്ള ചാൻസസ് ഉണ്ടാവും. അപ്പം എപ്പോഴാണോ ഡൗൺ ആകുന്നത് അപ്പോഴേ ഒന്ന് മാർക്കറ്റ് ഒന്ന് സ്റ്റേബിലൈസ് ആവാൻ സാധ്യതയുള്ളൂ. അപ്പം ഒന്ന് കോഷ്യസ് ആയിരിക്കും. ഈ ഒരു റുപ്പി INR അല്ലെങ്കിൽ USD INR ഒന്ന് നോക്കി കൊണ്ട് ട്രേഡ് ചെയ്യാം. ഓക്കെ, അതേപോലെ ക്രൂഡ് ഓയിൽ വരുവാണെങ്കിൽ നമ്മളെ ഗ്ലോബൽ മാർക്കറ്റ്സ് അൺസർട്ടനിറ്റി ഇപ്പോഴും മാറിയിട്ടൊന്നുമില്ല. അപ്പം ട്രംപും US ആൻഡ് ഇറാൻ തമ്മിലുള്ള ആ ഒരു വാർ ഇപ്പോഴും സ്ട്രെയിറ്റ് ഓഫ് ഹോർമസിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം നടക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ക്രൂഡ് ഓയിലും ഇപ്പം വളരെ ശാന്തമായി ഒരു 105 രൂപയ്ക്ക് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ ഒരു റേഞ്ചിൽ നിന്ന് മാർക്കറ്റ് തിരിച്ച് കയറാനുള്ള ആ ഒരു ഡയറക്ഷനാണ് കാണിക്കുന്നത്. അപ്പം ഒരു 112 അല്ലെങ്കിൽ 110 മാർക്കറ്റ് കയറുവാണെങ്കിൽ ഇനിയും മേ ബി സ്റ്റോക്ക് മാർക്കറ്റ് കുറച്ചും കൂടെ താഴോട്ട് വരാനുള്ള ചാൻസസ് ഉണ്ടാവും. അതെല്ലാം ഈ ഒരു അൺസർട്ടനിറ്റി മാറി അപ്പം ഇറാൻ US ഡീല് നടന്നു കഴിഞ്ഞാൽ എന്തായാലും ക്രൂഡ് ഓയിൽ ഡൗൺ ആവും, കുറച്ചും കൂടെ മാർക്കറ്റ് പിക്കപ്പ് ആവുന്നതാണ് നമുക്ക് കാണുന്നത്. അപ്പം മെയിനായിട്ടുള്ള ഈ രണ്ട് USD INRും അതേപോലെ ക്രൂഡ് ഓയിലും നല്ല രീതിയിൽ വാച്ച് ചെയ്യാം. ഓക്കെ, താങ്ക് യു.